ഹലോ ഗൈസ്, എല്ലാവർക്കും ആമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ വാഗമൺ യാത്രയെക്കുറിച്ചാണ് കേട്ടോ. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. ഞങ്ങൾ രാവിലെ അവിടെ ചെന്നപ്പോൾ നല്ല കോടയായിരുന്നു. കോടയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നേരെ ഞങ്ങൾ ഒന്ന് ഫുള്ള് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് അവിടെ നിന്ന് തന്നെ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി. അവർക്കാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ പോയി അവരാദ്യം ഞങ്ങളെ സൂയിസൈഡ് പോയിൻ്റ് കാണിക്കാമെന്ന് കൊണ്ടുപോയി. സൂയിസൈഡ് പോയിൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണത് നല്ല ഒറ്റ സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. ഈ ട്രെക്കിങ് നടത്തുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചാടിച്ചടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര കഴിവ് തന്നെയാണ്. അവരെ പ്രത്യേകം സമ്മതിച്ചിരുന്നു. പിന്നെ അവർ നല്ല ആദ്യം സൂയിസൈഡ് പോയിൻ്റ് കാണിക്കാമെന്ന് കൊണ്ടുപോയി. സംഗതി സൂപ്പറായിരുന്നു. പിന്നെ മലഞ്ചെരിയിലൂടെ വണ്ടി പോകുമ്പോൾ തന്നെ പ്രത്യേക ഒരു രസം. എന്ത് രസമെന്ന് പറഞ്ഞാലും പോരാ, വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ വക്കിനോട് അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എൻ്റെ വണ്ടിയിലുള്ളവരെല്ലാവരും ഒരുവിധമല്ലേ എന്താ അയ്യോ എന്ന് പറഞ്ഞാൽ തൊള്ളയും വെളിയും കൂട്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. ലാസ്റ്റ് പിന്നെ വണ്ടി നിർത്തി തന്നു ആൾ. നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി എന്താ ഫുള്ള് കാണാൻ വേണ്ടി വക്കത്ത് കൂടെ പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. അവരവിടുന്ന് ആദ്യം പറഞ്ഞ് ഇത് വാങ്ങിയിട്ട് തന്നെ പോന്നിരുന്നത്. വന്ന് നോക്കിയപ്പോൾ നല്ല രസം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അതിൻ്റെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ചെന്നിട്ട് എല്ലാ വക്കും ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് പോയി 4 പുറമൊക്കെ ഒന്ന് നോക്കി. അടിയിലേക്ക് നല്ല കുണ്ടാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒന്നും കൂടി അടി ഒന്ന് കാണിക്കാൻ വേണ്ടി നേരെ ക്യാമറ കൊണ്ട് അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി ഫോണൊക്കെ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതേമാതിരി നെല്ലിയാമ്പതിയൊക്കെയാണ് പിന്നെ ഇതേമാതിരി നല്ല കുണ്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. വാഗമണ്ണി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സൂയിസൈഡ് പോയിൻ്റ് കാണാൻ വരുന്നത്. അങ്ങനെ അതിൻ്റെ ഫുള്ള് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളത് ഈ വണ്ടിയിലാണ് പോകുന്നിരുന്നത്. ഈ വണ്ടിയിൽ അവരെന്താ വെച്ചാൽ അവർ ഇതിന് വേണ്ടിയിട്ട് ഓടുന്ന വണ്ടിയായതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ വഴികളും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. പിന്നെ എവിടെയൊക്കെ പോകാൻ പറ്റും, പാസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ. പാസ് നോക്കിയിട്ട് വേണം പോകണമെങ്കിൽ. ചിലയിടത്തൊക്കെ ഈ സമയത്ത് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ നേരെ വാഗമണ്ണിൽ ഗ്ലാസ് പാലം കാണാൻ പോയി. ഗ്ലാസ് പാലം കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഒരാൾക്ക് 250 എന്താണെന്ന് പറഞ്ഞത്. പോയിട്ട് ഗ്ലാസ് പാലം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ്. ആൾക്കാർ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആദ്യം എങ്ങനെ ഗ്ലാസ് പാലം എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമിക്കുട്ടി മെല്ലെ അവിടെ ചാടി കളിക്കുന്ന സ്ഥാനത്തിൽ കയറിക്കൂടി. അവളത് കയറിക്കൂടിയിട്ട് അവൾ ഭയങ്കര അവൾക്ക് എന്ത് ഗ്ലാസ് പാലൊന്നുമല്ല, അവൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ കളികളെല്ലാം ഉണ്ട്. അവളതിൽ കയറിയിട്ട് നല്ല കളിച്ചു. അവിടെ പിന്നെ ടിക്കറ്റ് 10 രൂപ എന്തുള്ളൂ. എന്നാൽ പിന്നെ അവളുടെ കളി കേട്ടിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അവൾ പിന്നെ ഒരു കളി കഴിഞ്ഞാൽ രണ്ടാമത്തേലും വിടണില്ല കളിച്ചോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ മൊട്ടക്കുന്ന് പറയുന്ന സ്ഥലം, കുറേ കുന്നോൾ തന്നെ ഉള്ളൂ, ഒരു 8-10 കുന്നോളുണ്ട് തോന്നണം. നല്ല വലിയ കുന്നോൾ നല്ലതാണ്. അവിടെ കുറേ ഇടി താങ്ങി ഇതൊക്കെ വെച്ചിരുന്നു. ഇടി വെട്ടുന്ന സ്ഥലമാണ് തോന്നണം. അവിടെ പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, എല്ലാ ഇതുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാരെ ഓരോന്നിന് ഇതുകൊണ്ട് കയറിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ആമിയൊക്കെ ഉണ്ടാവുകൊണ്ട് വലിയ കാര്യമായിട്ട് എല്ലായിടത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഒന്ന് കണ്ടുപോകാൻ വേണ്ടിയിട്ട് പോന്നു. അവിടെ മുട്ടക്കുന്നിൽ രസം എന്താ വെച്ചാൽ ഫുൾ ടൈം കാറ്റടിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് വെയിലുണ്ടെങ്കിലും വെയിലറിയണില്ല, ഫുള്ള് കാറ്റാണ്. അപ്പം അവിടെ എത്തിയപ്പോൾ പിന്നെ അവൾ പ്രത്യേകമായിട്ട് കളി ചാട്ടമൊക്കെ തുടങ്ങി. അവൾക്ക് അവിടെ എത്തിയപ്പോൾ പ്രത്യേക എന്തൊരു രസന്മാരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ പിന്നെ അവൾക്ക് പിന്നെ അവിടെ എത്തിയപ്പോഴുള്ള ക്ഷീണം എന്തൊക്കെ മാറി. അവിടെ ഒന്ന് പോയി മുട്ടക്കൊന്നൊക്കെ കയറിയല്ലോ. അപ്പോൾ പിന്നെ അവളൊരു എന്തൊക്കെ വാങ്ങി, ബബിൾസൊക്കെ വാങ്ങി കൈ പിടിച്ച് ഒരു ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ റൗണ്ടിങ് തന്നെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫൈൻ ഗാർഡ് ഉണ്ട് പറഞ്ഞവർ. ഫൈൻ ഗാർഡ് നല്ല രസമാണ്, പോയി കാണാൻ നല്ലതാണ്. പിന്നെ അവിടെയുള്ള പരിചയമുള്ളവരാണ്, ടിക്കറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല.
നേരെ പോയി ഞങ്ങൾ ഫൈൻകാട് കയറി. ഫൈൻകാട് പ്രത്യേക രസം തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ റൗണ്ട് ഓടല്, പിന്നെ ഒരാളെയും ക്യാമറ വീഡിയോ എടുക്കാനൊന്നും കാണല്ല, എല്ലാവരും ഓടി. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഒരു പരത്തുന്ന എല്ലാം അവിടെ നിന്ന് നോക്കിയാൽ ഓരോ